ED വൃത്തങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ലോക്കർ തുറന്ന് പരിശോധിക്കും. ഈ പണം എങ്ങനെ ക്രയവിക്രയം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ പണം ഇനി ഇന്റർനാഷണൽ അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അതും പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊന്നും തെളിവുകളല്ല, EDയുടെ അടുത്ത ചുവടുവെപ്പുകൾ എന്ന നിലയ്ക്കാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഇന്ന് നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രിന്റ് ചെയ്തു വരികയും ഇന്നലെ ഞാൻ മീഡിയ എഡിറ്റേഴ്സിൽ പറയുകയും ചെയ്തൊരു കാര്യമാണ്, എന്ത് സേവനം നൽകി എന്നതുമായി ബന്ധപ്പെട്ട് വീണ ടി വിശദീകരണം നൽകിയിട്ടുണ്ട്. അവർക്കറിയാവുന്ന ഭാഷയിൽ അവർക്കറിയാവുന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പര്യാപ്തമല്ല, ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അന്വേഷണ ഏജൻസി തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ ഇത്രയും കാലം, ഈ 2 വർഷക്കാലം CMRL വേണ്ടിയിട്ടൊരു ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. 2017 മുതൽ 2019 വരെ അവർക്കതിന് കഴിഞ്ഞില്ല. ഈ കമ്പനിയുടെ താല്പര്യമനുസരിച്ചും ആവശ്യമനുസരിച്ചുമുള്ള ഒരു EPR ഉണ്ടാക്കി കൊടുക്കാൻ എക്സാലോജിക്കിന് കഴിയില്ല എന്നൊരു തീരുമാനം വന്നതുകൊണ്ടായിരിക്കാം പുറത്തുനിന്ന് ഈ സോഫ്റ്റ്വെയർ വാങ്ങാനുള്ള തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ പിന്നീട് കൺസൾട്ടൻസി മാത്രമാണ് തുറന്നത്. ഇപ്പം ഇമെയിൽ മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻ ഈ 2 സ്ഥാപനങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ആകെ ഉണ്ടായത്, അതും കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്, ആകെ ഉണ്ടായത് ഈ എന്താണ് ഇൻവോയ്സ് റേസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷനാണ്. പണം ചോദിക്കുക, പണം കിട്ടുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഈ സോഫ്റ്റ്വെയർ സർവീസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ മാത്രമാണ് ഇവർക്കാകെയുള്ള അനുഭവ പരിചയം. അത് IMAC എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ആണ്. സ്കൂൾ ആൻഡ് കോളേജ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത്. അതിനപ്പുറത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള IT കൺസൾട്ടൻസി അനുഭവ പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് CMRLുമായി മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് വീണ നൽകിയ മൊഴിയിൽ പറയുന്നത്. മനോരമ പറഞ്ഞ മൊഴി അല്ലേ? ഈ അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് അങ്ങനെ അറിയാമോ? ഞാൻ മനോരമ മനോരമ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. ഈ CMRL നൽകിയ, സോറി, പിന്നെ ഈ SFIOക്ക് നൽകിയ മൊഴി എന്ന് പറയരുത്. മനോരമ പറഞ്ഞ മൊഴി അങ്ങനെയാണ്. ഇനി SFIക്ക് നൽകിയ മൊഴിയിൽ അങ്ങയുടെ കൈവശമുള്ള ഡോക്യുമെന്റിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞതില്ലാന്ന്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമല്ലേ, അത് പറയേണ്ട വാക്കൊന്നുമല്ലോ. അപ്പോ മാത്രമല്ല, ഇഷ്ടമുള്ളതോ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ ഞാൻ എന്തായാലും പത്രം വായിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമം എനിക്ക് അതിലെനിക്ക് സംശയവും തർക്കമൊന്നുമില്ല. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുടെ കോട്ട് ചെയ്യാൻ പാടില്ല.